ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണേ, സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം കേട്ടോ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ എ ഡേ വിത്ത് ഐദൂസ്, ഇന്ന് നമ്മൾ ഐതുക്കുട്ടനുമായിട്ടുള്ളൊരു ഡേ ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 2-3 ദിവസമായി, അതായത് വെള്ളിയാഴ്ച ഒക്കെ തൊട്ട് തുടങ്ങിയതാണ് പാർക്കിൽ പോകണമെന്നും പറഞ്ഞു. ഈ പാർക്കിൽ പോകണമെന്നുള്ള ചിന്ത വരാൻ കാരണം എന്ന് വെച്ചാൽ ഇവരെ സ്കൂളിൽ ഒരു കുഞ്ഞ് പാർക്ക് കണക്ക് ഉണ്ട് കേട്ടോ. വലുതായിട്ടല്ല, ഒരു ചെറുത്. അപ്പം ഞാനിങ്ങനെ ഇക്കാലത്ത് ചോദിച്ചു, ഇക്ക അവിടെ ഒന്നിരൊക്കെ കൊണ്ടുപോകത്തില്ലയോ, ഇക്ക ഒന്ന് തിരക്കണേന്ന് പറഞ്ഞു. ഞാൻ ഇക്ക സ്കൂളിൽ ചെന്ന് ചോദിച്ചപ്പം ഇയാൾ കൂടെ ഉണ്ടല്ലോ, ഇയാളത് കേട്ട് കേട്ടോ. അന്ന് തുടങ്ങിയതാണ് പാർക്കിൽ പോകണമെന്നും പറഞ്ഞിട്ട്. അപ്പൊ ഇവരെ സ്കൂളിലെ പാർക്കിൽ ഈ കുട്ടികളെ ഇതിന് മുമ്പ് കൊണ്ടുപോകുമായിരുന്നു. ഇപ്പം കുറച്ച് നാളുകൊണ്ട് കൊണ്ടുപോകുന്നില്ല. എന്താന്ന് തിരക്കിയപ്പോൾ പറഞ്ഞത്, കൂടെയുള്ള ചില പേരൻസ് ഉണ്ടല്ലോ, ചില കുട്ടികളുടെ പേരൻസ് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോകണ്ട, കുഞ്ഞുങ്ങളൊക്കെ വീഴുമല്ലോ, അതുകൊണ്ട് കൊണ്ടുപോകണ്ടെന്ന്. അപ്പം ബാക്കിയുള്ള പിള്ളേരെയും കൊണ്ടുപോകാൻ ഒക്കത്തില്ലല്ലോ, കുറച്ച് പേരെയായിട്ട് എങ്ങനെ കൊണ്ടുപോകും. അതുകൊണ്ട് ഇനി കുറച്ച് നാളൊക്കെ കഴിഞ്ഞിട്ടേ അവർ പാർക്കിനകത്തോട്ടൊക്കെ കുട്ടികളെ വിടുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ കുഞ്ഞിൻ്റെ ആഗ്രഹം സാധിക്കണമല്ലോ എന്ന് ഓർത്ത് നമ്മൾ സൺഡേ ആയപ്പോഴേ നമ്മൾ കൊല്ലം ചിൽഡ്രൻസ് പാർക്കിലോട്ട് പോയി. അങ്ങനെ പാർക്കിലോട്ട് പോകുന്നെന്ന് പറഞ്ഞപ്പോഴേ ആൾ ഭയങ്കര ഉത്സാഹമാണ്. ചോറ് കഴിക്കുന്നു, ഒരുങ്ങുന്നു, പെട്ടെന്ന് റെഡിയാവുന്നു. അല്ലെങ്കിൽ എല്ലാത്തിനും താമസമാണ്. നമ്മളും അങ്ങനെയാണല്ലോ, എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് നമുക്ക് ആഗ്രഹമുള്ള സ്ഥലത്ത് പോകണമെന്ന് പറയുമ്പോൾ നമ്മളും ഇതുപോലൊക്കെ തന്നെ ആയിരുന്നല്ലോ. അങ്ങനെ എന്തായാലും നമ്മൾ ദാണ്ട് ചിൽഡ്രൻസ് പാർക്ക്, നമ്മൾ പാർക്ക് എന്ന് പറയുമ്പം മെയിനായിട്ട് കൊല്ലക്കാർ പോകുന്നത് കൊല്ലം ചിൽഡ്രൻസ് പാർക്ക്, അല്ലെങ്കിൽ നമ്മുടെ കൊല്ലം ബീച്ചിൻ്റെ അടുത്തൊരു പാർക്കുണ്ട്, അങ്ങോട്ടായിരിക്കുമല്ലോ. അപ്പം നമ്മൾ നേരെ ദാണ്ട് കൊല്ലം ചിൽഡ്രൻസ് പാർക്കിൽ വന്നു. അങ്ങനെ ഓരോന്നിലൊക്കെ ആൾ തന്നെ അങ്ങ് കയറാൻ തുടങ്ങി. ചിലതിലൊക്കെ കയറുമ്പോൾ ഒരു പേടി പോലാണ് കേട്ടോ. അപ്പോൾ അവിടെ വന്നപ്പോഴോ സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. മൊത്തം കുട്ടികളായിരിക്കുമല്ലോ, എന്നാലും വലിയവർക്കും കയറാൻ പറ്റുന്ന കുറച്ച് റൈഡൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഐതുക്കുട്ടനെ ഓരോന്നിലൊക്കെ കയറ്റി. അങ്ങനെ ആൾ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ആൾ അവിടെ കളിക്കുകയാണ്. അതിൻ്റെ അടുത്ത് ഒരു ഫ്രോഗിൻ്റെ ഒരു റൈഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് എന്തായാലും അവനെ കയറ്റാക്കത്തില്ല. അങ്ങനെ ഞാനും കൂടെ കയറി. നമ്മളും ഒന്ന് കുട്ടിക്കാലത്തിലോട്ട് പോകുമല്ലോ, ആ ഒരു ഇതാണ് കേട്ടോ. അങ്ങനെ ഞാനും ആ ഫ്രോഗിലൊക്കെ കയറി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അതും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ വലിയ നമ്മളിതിലെ കുഞ്ഞുങ്ങൾ കിടന്ന് ചാടുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് വലിയൊരെണ്ണം ഉണ്ട്. അതിൽ കയറ്റി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവൻ കിടന്ന് ചാടി പിറ്റേന്നാകുമ്പോൾ ഇവന് പനിയാവും. അങ്ങനെ അതിൽ കയറ്റിയില്ല. വേറൊരു ചെറുതുണ്ടല്ലോ, ഇതുപോലുള്ളൊരു സംഭവം, അതിനകത്ത് കയറ്റി കേട്ടോ. എന്നാലും ആൾക്ക് ഭയങ്കര പാടാണ്, കിടന്ന് ചാടാനൊരു പേടി പോലാണ്. അങ്ങനെ നേരെതാണ് നമ്മൾ കൊല്ലം ബീച്ചിൽ വന്നു. ബീച്ചിൽ വന്നപ്പോൾ അവിടെ എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. കൊല്ലം സെയിലേഴ്സിൻ്റെ ക്രിക്കറ്റിൻ്റെ എന്തോ പരിപാടിയാണ്. അപ്പം കാർ പാർക്ക് ചെയ്യാൻ പോയ സമയത്ത് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന്. അവിടെ എന്തോ ടാസ്ക് ഒക്കെ കൊടുക്കുന്നുണ്ട്, ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ചെന്നപ്പോഴേക്കും അതൊക്കെ തീർന്നു. അങ്ങനെ അതും എല്ലാം കണ്ടിട്ട് പിന്നെ നേരെ നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങി. ബീച്ചിലോട്ട് കാലൊന്നും നനയ്ക്കാൻ ഇറങ്ങാൻ ഒക്കത്തില്ല. ഇപ്പം കൊല്ലം ബീച്ചിൻ്റെ അവസ്ഥ നമുക്ക് അറിയാമല്ലോ. ആകെ തിരയൊക്കെ കയറി കിടക്കുകയാണ്. അപ്പം ആരെയും അങ്ങോട്ട് ഇറക്കത്തില്ല. അങ്ങനെ കുറച്ച് നേരം പിന്നെ ബീച്ചിലൊക്കെ ഇരുന്നു. അവിടെ ചെന്നപ്പോഴേ നമ്മുടെ ഈ പക്ഷി നോട്ടക്കാരുണ്ടല്ലോ, അവർ കുറേ പേരുണ്ടായിരുന്നു. അവരൊക്കെ നമ്മളെ വിളിച്ചു. നമ്മളൊന്നും കേൾക്കാൻ നിന്നില്ല. കാരണം എന്ന് വെച്ചാൽ വെറുതെ എന്തിനാ കേട്ട് ചുമ്മാ നമ്മളെ മനസ്സിലിട്ട് കുഴപ്പിക്കണ്ടോ. അങ്ങനെ അതും എല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് കുട്ടികളെയൊക്കെ കിട്ടി കളിക്കാനായിട്ട് ഐതുവിന്. പിന്നെ ദാണ്ട് ഐതു പോയിന്ന് മണ്ണ് വാരി വീടൊക്കെ ഉണ്ടാക്കി കളിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ ബബിൾസൊക്കെ ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്നല്ലോ, കടയിൽ ബബിൾസൊക്കെ ഇരിപ്പുണ്ടല്ലോ. അങ്ങനെ അതിൻ്റെ കുട്ടികളൊക്കെ മേടിച്ച് കളിക്കുന്നു. അങ്ങനെ ഞങ്ങളും അതിൽ നിന്നൊക്കെ ഒരെണ്ണം വാങ്ങിച്ചു. അപ്പം ഇന്ന് ഐതുക്കുട്ടൻ ഫുള്ള് ഹാപ്പി ആയിരുന്നു. ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ച് നമ്മൾ കാറിൽ വന്നപ്പോഴേക്കും ഐതു കണ്ട് നല്ല ഉറക്കമായി. അങ്ങനെ നമ്മളെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ. അപ്പം മറ്റൊരു വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ.